സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും കഴിഞ്ഞ ദിവസം ഉയർത്തിയിട്ടുള്ളത്. പാർട്ടി എങ്ങനെയാ? അൻവർ ഗുരുതരമായിട്ടുള്ള വഴിതെറ്റലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM പാർലമെന്ററി പാർട്ടി അംഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള MLA-യുമായിട്ടുള്ള അൻവർ വലതുപക്ഷത്തിന്റെ നാവ് ആയി മാറിയിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം വലതുപക്ഷത്തിന് ആയുധം കൊടുത്തുകൊണ്ടുള്ള ഒന്നാണ്. കേരളം കഴിഞ്ഞ 8 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചപ്പോൾ അതിനു മുമ്പ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ഭരിച്ച കാലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. വർഗീയതക്കെതിരായി ഉറച്ച നിലപാട്, കേരളത്തിലെ എല്ലാ മേഖലയിലും വർഗീയ ശക്തികൾക്കെതിരായിട്ട് ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ RSSകാർക്ക് സഹായകരമായ നിലയിൽ അവർക്ക് CPM-നെയും LDF-നെയും കുത്തിവലിക്കാവുന്ന നിരക്കുള്ള ചില പരാമർശങ്ങളടക്കം നടത്തിയിരിക്കുകയാണ്. മലപ്പുറം ജില്ലയെ കേരളത്തിലെ LDF ഭരണം ലക്ഷ്യമാക്കുന്നു എന്ന നിലക്കുള്ള സംസാരവും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. അപ്പോ വലതുപക്ഷത്തിന് സഹായകരമായിട്ടുള്ള നിലയിൽ ഉള്ള പരാമർശങ്ങളാണ് അൻവർ നടത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും CPM-നെയും LDF-നെയും സ്നേഹിക്കുന്ന ജനങ്ങൾക്കിടയിൽ വലിയ അമർഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തെറ്റായിട്ടുള്ള കാര്യമാണ് അൻവർ. അദ്ദേഹം പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിലെ വലതുപക്ഷത്തിന് സഹായകരമാണ്. UDF അദ്ദേഹം പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രക്ഷോഭത്തിന്റെ മാർഗത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോ CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രവർത്തകന്മാരോ അതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലുമോ തെറ്റായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടുവെങ്കിൽ ആ തെറ്റിനെതിരായിട്ട് ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM. ഗവൺമെന്റിന്റെ ഭാഗമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് തെറ്റായിട്ടുള്ള കാര്യമുണ്ടായി, ഉദാഹരണത്തിന് സുജിത് ദാസ് എന്ന് പറയുന്ന SP അദ്ദേഹം ഒരു അച്ചടക്കത്തിന് വിരുദ്ധമായ നിലയിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയപ്പോൾ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പാർട്ടിയും ഗവൺമെന്റും ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം എന്തിനാണ് ഇത്തരം ഈ വലതുപക്ഷത്തിന് സഹായകരമായിട്ടുള്ള അവർക്ക് ആയുധം നൽകുന്ന നിലയിലുള്ള പ്രചാരണവുമായി വരുന്നത് എന്ന കാര്യത്തിൽ ഒട്ടേറെ സംശയങ്ങൾ വന്നിരിക്കുകയാണ്. ആ സംശയമാണ് ഇവിടെ ഞാൻ പ്രകടിപ്പിക്കുന്നത്. ഒരു പാർട്ടി ബന്ധുവിന്റെയും പിന്തുണ അൻവറിനുണ്ടാവില്ല. കാരണം CPIM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ നാട്ടിലെ കോൺഗ്രസ് അടക്കമുള്ള വലതുപക്ഷത്തിനെതിരായി ആശയപരമായും രാഷ്ട്രീയമായും സംഘടനാപരമായും പൊരുതിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏതൊരു ബന്ധുവിനും വലതുപക്ഷത്തിന് നാവായിട്ട് മാറാൻ കഴിയില്ല. അതാണ് സംബന്ധിച്ച് പറയുന്നത്. ഇപ്പോൾ ഗൂഢാലോചനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ PV അൻവർ ഗൾഫിൽ നിന്നും CPM-ന്റെ സംസ്ഥാന സമിതി അംഗത്തെ കണ്ടെന്നടക്കമുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതല്ലേ? അല്ല, ഏത് സംസ്ഥാന കമ്മിറ്റി അംഗത്തെയാണ് കണ്ടതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ മതിയല്ലോ. അങ്ങനെ വല്ലരെയും കണ്ടിട്ടുണ്ടോ എന്നത് അന്വേഷിച്ചാൽ മതിയല്ലോ. നിങ്ങൾക്കും അത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവരാനോ ആളെ പേരടക്കം പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാലല്ലേ മനസ്സിലാവുക. അപ്പൊ അതൊന്നും മറ്റ് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ല. ഒരു സാധാരണഗതിയിൽ ഒരു പ്രവാസി സംരംഭകൻ അവിടെ ഒരു സംരംഭം നടത്തുന്നു, ആ സംരംഭത്തിന്റെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ആ തരത്തിൽ എല്ലാവരും പോയിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ എല്ലാവരും പങ്കെടുത്ത ഒരു പരിപാടിയാണ്. ഓക്കെ, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ അൻവറിന് വലിയ രീതിയിൽ പിന്തുണ കിട്ടുന്നുണ്ട്. ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിലാണെങ്കിലും അൻവറിനെ അനുകൂലിച്ചുള്ള പ്രതികരണങ്ങളാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിനർത്ഥം സാധാരണ പ്രവർത്തകർ അൻവറിനൊപ്പമാണെന്നല്ലേ? അല്ല, ഒന്ന് CPM ഇതുവരെ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞു പോയിട്ടില്ലല്ലോ. അപ്പം മറുപടി പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾക്കും
കാര്യങ്ങൾ ബോധ്യപ്പെടും. ആയിട്ട് വല്ല തെളിവുകളെയും അടിസ്ഥാനപ്പെടുത്തി ആക്ഷേപം കൊടുക്കണ്ടേ? ഇപ്പോ ഇന്ന് രാവിലത്തെ അൻവറിന്റെ വാർത്താ സമ്മേളനം നിങ്ങളൊക്കെ കണ്ടതുപോലെ ഞാനും കണ്ടു. അദ്ദേഹം ഗൗരവതരമായിട്ടുള്ള ആക്ഷേപം ഇന്നലെ ഉന്നയിച്ചു. അതായത് മുഖ്യമന്ത്രി സഖാവ് പിണറായിയും അതുപോലെ തന്നെ BJP നേതൃത്വവുമായിട്ട് രഹസ്യമായിട്ടുള്ള എന്തെല്ലോ പദ്ധതികളുണ്ട്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രതിനിധികൾ ചോദിച്ചു വല്ല തെളിവുണ്ടോ? തെളിവൊന്നുമില്ല. അപ്പോ വായുവിലിങ്ങനെ എന്തും അടിച്ചുവിടാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അൻവർ എത്തിയിരിക്കുന്നു എന്നതാണ് കാണിക്കുന്നത്. ഇതിന് ഓരോന്നിനും മറുപടി പറഞ്ഞ് പോലല്ലോ CPM-ഉം LDF-ഉം ചെയ്യുന്നത്. ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷിക്കും. ഇനിയും ആരും ഉന്നയിച്ചാൽ അത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തുമല്ലോ. അൻവർ ഉന്നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അദ്ദേഹം വലതുപക്ഷത്തിന് ആയുധം നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CPIM എന്ന് പറയുന്ന പാർട്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരു കൂട്ടു നേതൃത്വമാണ്. സഖാവ് കോടിയേരി അന്തരിച്ചു. ആ മൃതദേഹം, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് വിലാപയാത്ര നടത്തേണ്ടത്, ഇതൊക്കെ പാർട്ടി നേതൃത്വം കൂട്ടായി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തെപ്പറ്റി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ ഒക്ടോബർ 1-ാം തീയതി സഖാവ് കോടിയേരിയുടെ ഒരു അനുസ്മരണ പരിപാടി കൂടി വരികയാണ്. ആ ഘട്ടത്തിൽ അൻവറിന് അന്നത്തെ വിലാപയാത്രയെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നു. അതിനൊക്കെ എന്ത് പറയാൻ പറ്റും? പാർട്ടി നേതൃത്വം കൂട്ടായി ആലോചിച്ചിട്ടൊരു തീരുമാനമാണ് സഖാവ് കോടിയേരിയുടെ വിലാപയാത്രയെ സംബന്ധിച്ചുള്ളത്. അത് സംബന്ധിച്ച് ഇപ്പൊ ചർച്ച ചെയ്യണം. അൻവറിന് എന്താ അതിന് അവകാശമുള്ളത്? അപ്പോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അൻവർ ചില ഗൗരവ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു എന്ന് നടിച്ചുകൊണ്ടാണ് അദ്ദേഹം ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. അതിൽ അന്വേഷിക്കേണ്ട വിഷയങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ അദ്ദേഹം അതിന് പുറത്ത് പലതും ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനോടൊന്നും പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം CPM-നെ സംബന്ധിച്ചില്ല. അദ്ദേഹം എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയാണ്. അപ്പൊ അന്വേഷണത്തിന് റിപ്പോർട്ട് വരെ കാത്തിരിക്കേണ്ട മര്യാദ അൻവർ പാലിക്കണമല്ലോ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, RSS നേതാക്കന്മാരുമായിട്ട് ADGP ഏതടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് പോയി ചർച്ച ചെയ്തത്. അത് അന്വേഷണത്തിന്റെ വിഷയമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ADGPക്കെതിരായിട്ട് അൻവർ ഉന്നയിച്ചിട്ടുള്ള അഴിമതി ആരോപണം, അതും അന്വേഷണ വിഷയമാണ്. അപ്പൊ ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വലതുപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള നാവായി മാറിയിരിക്കുന്നു എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന വിമർശനം. അത് വളരെ ശരിയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് ഒരു അനുഭാവി തന്നെ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കും. അത് കൃത്യമായി പരിശോധിച്ച് നടപടിയെടുക്കുന്ന പാർട്ടിയാണ് CPIM. കോൺഗ്രസിനെ പോലെയാണോ? മുസ്ലിം ലീഗിനെ പോലെയാണോ? BJPയെ പോലെയാണോ? എന്തെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഈ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് നടന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള പരസ്യമായിട്ടുള്ള തെളിവുകളടക്കം വന്നിട്ട് ഒരു നടപടിയും സ്വീകരിക്കാത്ത വലതുപക്ഷ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് CPIM പ്രവർത്തിക്കുന്നത്. അത്തരമൊരു പാർട്ടിക്ക് രേഖാമൂലം എഴുതി കൊടുത്തു. അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഭരണം നടത്തുന്ന LDF ഗവൺമെന്റിന് എഴുതി കൊടുത്തു. അതേ സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിൽ കൃത്യമായിട്ട് ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കണം. അതാണ് ഞാനിവിടെ പറഞ്ഞത്. ദൃഷ്ടിയ കഴമ്പില്ല എന്ന് പറഞ്ഞാൽ കഴമ്പില്ല എന്ന് തന്നെ. അതേസമയം അൻവർ എഴുതി കൊടുത്ത ആക്ഷേപങ്ങളിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുള്ളത് സംബന്ധിച്ചാണല്ലോ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കണമല്ലോ. അതാണ് മര്യാദ. ആ മര്യാദ കാണിക്കുന്നതിന് അൻവർ തയ്യാറാവുന്നില്ല എന്നതാണ് വിമർശനം. അൻവർ രാവിലെ പറയുന്നത് PCCക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അത് അന്വേഷിക്കുന്നത് PCC കൺട്രോൾ ചെയ്യുന്ന പോലീസാണ്. സ്വാഭാവികമായി അതിന്റെ ഭാഗമാത്ര മുഖ്യമന്ത്രി അടക്കമുള്ളവരെ തള്ളിക്കളയുകയും ചെയ്തു. പിന്നെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യം ഒരു ചോദ്യമാണ് അൻവർ ഉന്നയിക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യമുണ്ടാകും. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിലെ യുക്തിയില്ലായ്മ നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടാകും. കാരണം
ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം സുജിത് ദാസിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു, അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം ADGP അജിത് കുമാറിനെതിരായിട്ട് ഗൗരവകരമായിട്ട് 2 ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഒന്ന് വിജിലൻസ് അന്വേഷണത്തിന് വിട്ടിരിക്കുകയാണ്, മറ്റൊന്ന് DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവിടെ അദ്ദേഹം ഇങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ നല്ലോണം മാർക്കറ്റ് ചെയ്യും. ഇതാണ് വാർത്താ മാർക്കറ്റിംഗ്. അതാണല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ. അപ്പോ അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പാർട്ടിക്കും ഗവൺമെന്റും നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിലിടപെട്ട് വീണ്ടും വീണ്ടും പലതും പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം ഒരു കാര്യം ഒരിക്കൽ പറയുന്നു, പിന്നെ അടുത്ത കാര്യം പറയുന്നു, പിന്നെ അടുത്ത കാര്യം പറയുന്നു. ഒരു വ്യവസ്ഥയില്ലാത്ത നിലയിലാണ് അൻവറിന്റെ വാർത്താ സമ്മേളനങ്ങളെന്ന് പ്രേക്ഷകർക്കാകെ മനസ്സിലാക്കാൻ പറ്റും. അന്വേഷണം പ്രഖ്യാപിച്ചു. അദ്ദേഹം ഉന്നയിച്ച അഴിമതി പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയാണ് വിജിലൻസ് അന്വേഷണം. ആ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാലല്ലേ അത് സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിക്കേണ്ടത്. അപ്പോൾ അതിന് ഗവൺമെന്റിന് സമയം കൊടുക്കാതെ ഉള്ള പ്രതികരണങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, അദ്ദേഹം പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്ത കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അതിന്റെ നിഗമനങ്ങൾ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം വീണ്ടും വീണ്ടും തെറ്റായിട്ടുള്ള വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ADGP അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടത് സംബന്ധിച്ച് പറയുന്നു. തീർച്ചയായിട്ടും അതും അന്വേഷണ വിഷയമാണ്. അപ്പോൾ അന്വേഷിക്കും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞാൽ അതനുസരിച്ചുള്ള അന്വേഷണ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എന്തിനാണ് അൻവർ ഇതുപോലെ തുടർച്ചയായ വാർത്താ സമ്മേളനം നടത്തി വലതുപക്ഷത്തിന് ആയുധം കൊടുക്കുന്നത് എന്നത് ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ്. അതിന്റെ പിന്നിൽ വല്ല ഗൂഢാലോചനയുണ്ടോ എന്നത് സംശയിക്കത്തക്ക നിലയിലുള്ള സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. അൻവറിനെ പോലെയുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. അതേസമയം പാർട്ടി നേതാക്കന്മാരവിടെ വന്നിട്ടുണ്ട്. അല്ല, അൻവർ പറയുന്നത് പാർട്ടിയിൽ നിന്ന് തനിക്ക് പിന്തുണയുണ്ട്, പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ വിളിക്കുന്നുണ്ട്, തനിക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നാണ് അൻവർ പറയുന്നത്. അതായത് ഗൾഫിൽ പോയ അവസരത്തിൽ അവിടെ മലയാളികൾക്കിടയിൽ, പ്രവാസി മലയാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനകളുണ്ട്. ആ സാംസ്കാരിക സംഘടനകളുടെ പരിപാടികളിലാണ് ഞാൻ പങ്കെടുത്തിരുന്നത്.